ഹലോ ഹായ്, ഞാൻ മനേഷ് മണി. ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരെ പരിചയമുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടാം. ഇനി അറിയാന്നുണ്ടെങ്കിൽ ഒരാളെ കൂടുതൽ പരിചയപ്പെട്ടോ. ബേബി സാർ ഇൻവെസ്റ്റ്മെന്റിന്റെ വലിയ ആൾക്കാരാണല്ലോ. ഇൻവെസ്റ്റ്മെന്റ് ഇഷ്ടമാണോ? അതേ പിടിച്ചോ. ഈ ബേബി സാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അലവലാതിയാണ്, തരികിടയാണ്, ഊളയാണ്, നാറിയാണ്. കേട്ടിട്ടില്ലേ? ഇൻസൾട്ടാണ് മോനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. പിടിച്ചോ. നമുക്കറിയാം, ഈ സ്റ്റാൻഡപ്പിൽ പൊതുവെ എല്ലാവരും സുഹൃത്തുക്കളെ കുറിച്ചാണ് പറയണത്. ഞാൻ ഇതുവരെ സുഹൃത്തുക്കളെ കുറിച്ച് കണ്ടന്റ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കുറിച്ചിട്ടാണ്. എന്റെ ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പിഷു ബ്രോയാണ്. ഞാനും പിഷു ബ്രോയും തമ്മിൽ ഒരു വിഹിത ബന്ധമുണ്ട്. സാധാരണ അവിഹിത ബന്ധം എന്നല്ല പറഞ്ഞത്, ഇത് വിഹിത ബന്ധമാണ്. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ രണ്ടുപേരും സമകാലീനനാണ്, അതുപോലെ കുലീനരുമാണ്. പുള്ളി യൂണിവേഴ്സിറ്റി പരിപാടി അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ആനിവേഴ്സറിക്ക് പരിപാടി അവതരിപ്പിക്കും. പുള്ളി ജഡ്ജസ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒന്ന് പരിപാടി അവതരിപ്പിക്കും. പുള്ളി ബിഗ് ഫിലിം പിടിക്കുമ്പോഴത്തേക്കും ഞാൻ ഷോർട്ട് ഫിലിം പിടിക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പിഷുവിന് എന്തെങ്കിലും ഒരു ഓസ്കാർ അവാർഡ് കിട്ടുകയെന്ന്. അത് പുള്ളിയുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല, പുള്ളിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയാൽ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടും. അതുപോലെ ഇനി അടുത്തൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ ക്യാപ്ഷൻ ഇടുന്ന സുഹൃത്തുക്കളില്ലേ, ഫോട്ടോ എടുത്ത് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ വിചാരിക്കും പുള്ളിയാണ്, പക്ഷെ അല്ല. ഇദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷനായി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ക്യാപ്ഷൻ ഇടുന്ന പരിപാടിയാണ്. പുള്ളി ഒരു ദിവസം പോയപ്പോഴത്തേക്കും വഴിയിലൊരു കാള നിൽക്കണം. പുള്ളി നേരെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് കിടിലൻ ക്യാപ്ഷൻ ഒക്കെ വെച്ചു, അയാം വിത്ത് കാള. പിറ്റേ ദിവസം പോലെ അവൻ്റെ പേരായി വിത്ത് കാള. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് അച്ചടി ഭാഷ ഉപയോഗിക്കുന്നു. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ചായക്കടയിലൊക്കെ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഗ്ലാസ് ജലം എന്നാ പറയുള്ളൂ. അപ്പം അവനിങ്ങനെ ടൈപ്പ് ചെയ്ത് ഒരു ദിവസം റേഷൻ കടയിലെ ചേച്ചിക്ക് അരിവിഹിതമുണ്ടോ എന്ന് അയച്ചതാ. ഒരക്ഷരം വിട്ടുപോയി, അരി എന്നുള്ള അക്ഷരം വിട്ടുപോയി. ചേച്ചിക്ക് ഇട്ടത് അവിഹിതമുണ്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അരിവിഹിതം എന്ന ഇമ്പോർട്ടന്റ് സാധനത്തിൽ രീ വിട്ടുപോയപ്പോഴത്തേക്ക് ആർക്കും വേണ്ടാത്ത അവിഹിതമായി. അവന്റെ റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് വിട്ടു. അതുപോലെ നമുക്കറിയാം, നമ്മൾ ഈ മെസ്സേജുകൾ അയക്കുന്നതല്ലേ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് അവന്റെ കാമുക്ക് സംസാരിച്ച് മടുത്തിട്ട് അങ്ങോട്ട് പൊട്ടേറ്റോ ഒന്ന് ഇട്ടു. അപ്പൊ അവള് പറയാ, പുഴുങ്ങുന്ന ഇഷ്ടമല്ല, ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം. അവനുദ്ദേശിച്ചത് പൊട്ടേറ്റോ എന്നാ, പക്ഷെ അവർക്ക് മനസ്സിലായത് പൊട്ടറ്റോ എന്നാ. പല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു സുഹൃത്തുണ്ട്, അവൻ എവിടെ പോയാലും തമാശകൾ പറയും, അല്ലെങ്കിൽ തമാശ ഉണ്ടാക്കും. അവൻ ഡോക്ടറിനെ കാണാനായിട്ട് ഒരു ദിവസം പോയി. അപ്പൊ അവിടെ എഴുതി വെച്ചേക്കുന്നു, ഉച്ച കഴിഞ്ഞ് ഷേണായി ഡോക്ടർ. എടാ, ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിലും എല്ലാവർക്കും ക്ഷീണമല്ലേ, പിന്നെ എന്തിനാ അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എടാ അതല്ലടാ, ഉച്ച കഴിഞ്ഞ് ക്ഷീണായി ഡോക്ടറാണ്. എടാ, ഉച്ച കഴിഞ്ഞ് ക്ഷീണായി ഡോക്ടർ എന്ന് പറഞ്ഞാൽ രാവിലെ അയാൾ എഞ്ചിനീയറാണ്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ ചോദിച്ചിട്ട് ടെസ്റ്റൊക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, സുരക്ഷിതമില്ലാത്ത ഏർപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവൻ പറയാണ്, അയ്യോ ബ്ലഡ് കൊടുക്കണമെങ്കിൽ സുരക്ഷിതമില്ലാത്ത അതിൽ ഏർപ്പെടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ വേറൊരു സുഹൃത്ത്, ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഭയങ്കര സിനിമാ പ്രാന്തനാണ്, കാർ പ്രാന്താണ്. പക്ഷെ ഇവൻ ഒരു കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കത്തില്ല. അപ്പൊ ഇവൻ പറയുക, ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എടാ മറ്റേ സിനിമയില്ലടാ, ഏത്? എടാ മറ്റവൻ അഭിനയിച്ച ഏതാന്നേ? എടാ മറ്റവൻ ഡയറക്ട് ചെയ്തിട്ട്, മറ്റവൻ മ്യൂസിക് ചെയ്ത്, മറ്റവൻ ക്യാമറ ചെയ്തിട്ടുള്ള സിനിമയില്ലടാ. ഒരിക്കലും അവൻ അതിലേക്ക് എത്തൂല. അങ്ങനെ ഇവൻ സിനിമയെ കുറിച്ച് പഠിച്ച ഒരു ദിവസം എന്നോട് വിളിച്ചു ചോദിക്കുവാണ്, എടാ എന്താടാ ഈ ചെമ്മീൻ രാമു കാര്യമായിട്ട് ഡയറക്ട് ചെയ്തെന്ന് പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞടാ, അത് ചെമ്മീൻ രാമു കാര്യമായിട്ട് ഡയറക്ട് ചെയ്തായോണ്ട്. അതല്ലടാ, ഇത്രയും നല്ല കഥ കിട്ടുമ്പോൾ രാമു കാര്യമായിട്ടല്ലാതെ തമാശക്ക് ചെയ്യൂ. മറ്റൊരു ദിവസം ഇവൻ എന്നോട് ഈ ചലച്ചിത്രഗാനം കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് പറയാം, എടാ ഞാൻ ചലച്ചിത്രഗാനത്തിൽ പറഞ്ഞ കേട്ട് സംഗീതം ശ്യാം, ഗാനങ്ങൾ പൂവച്ചാൽ ഗാദർ. ഈ പൂവച്ചാൽ ഗാദറാണ്, ഈ പൂവച്ചില്ലേ ഗാദറാവും. പിന്നെ വേറൊരു കാര്യം, ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഈ ആലോചന, എടാ ഇവിടെ ഒരു നല്ലൊരു ഗാനരചയിതാവുണ്ടല്ലോടാവേ, പുള്ളിയുടെ പേരിൽ തന്നെ അസൂയുണ്ട്. പേരിൽ തന്നെ അസൂയ. പേരിൽ തന്നെ അസൂയുള്ളി ONV. പിന്നെ നമുക്കിടയിൽ എല്ലാവർക്കും ഉണ്ടാവും ഈ ബിസിനസ് ഐഡിയയും കൊണ്ട് തന്നെ കൂട്ടുകാരന്മാർ. എൻ്റെ ഒരു സുഹൃത്ത് ഈ ബാങ്കിൽ ഇവൻ പറയുവാണ്, സ്റ്റാർട്ടപ്പിന് ലോൺ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവനെ കയറിച്ചു. അപ്പൊ ബാങ്ക് മാനേജർ ചോദിച്ചു, ഐഡിയ പറയാമോ? സ്റ്റാർട്ടപ്പിന്റെ എന്ത് ഐഡിയ ആണുള്ളത്? സ്റ്റാർട്ടപ്പ് ഞാൻ ഐഡിയ പ്രൊജക്ട് ഉണ്ടോ? ആ പ്രൊജക്റ്റ് കൊണ്ടുവന്നുണ്ടോ വരാൻ പറഞ്ഞിട്ട് കാണിച്ചിട്ടേ അവൻ ഓട്ടോയാ. അവൻ ചെന്നിട്ടേ, ഇതാണ് അവന്റെ സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ട് ചെയ്ത് അപ്പിയുന്ന സാധനമല്ലേ, ഇതിന് ലോൺ തന്നുകൂടെ? ഇതുപോലത്തെ തരികടയല്ല, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വേണം. ഇവൻ ഇതുപോലെ തന്നെ ഭയങ്കര എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണോ? അവൻ പറയാ, വെള്ളത്തിന്റെ ബിസിനസ് തുടങ്ങിയാലോ? ഇപ്പൊ ബാങ്ക് മാനേജർ ചോദിച്ചു, മിനറൽ വാട്ടർ ആണോ? അല്ല, വെള്ളം ഉണ്ടാക്കുന്നത്. വെള്ളം ഉണ്ടാക്കണതോ? അതെങ്ങനെ? സാറിന് അറിയാലോ, H2O ആണല്ലോ. H2O ആണല്ലോ ഈ വെള്ളം. ഹൈഡ്രജന്റെ 2 ആറ്റോ, ഓക്സിജന്റെ 1 ആറ്റോ. ഓക്സിജൻ നമ്മൾ ഒരുപാട് പേര് വലിച്ചെടുക്കുന്നതുകൊണ്ട് അന്തരീക്ഷത്തിൽ കുറവായിരിക്കും, പക്ഷെ ഒരെണ്ണം മതി. ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനം ആകെ അമ്പലപ്പറമ്പിൽ ഈ ബലൂൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. 2 ഹൈഡ്രജൻ എടുക്കുക, 1 ഓക്സിജൻ എടുത്ത് കൂട്ടി വെച്ച് വെള്ളം ഉണ്ടാക്കി ഇഷ്ടംപോലെ നമുക്ക് വെള്ളത്തിന്റെ ആ ക്ഷാമകം മാറ്റി ബിസിനസ് തുടങ്ങാമല്ലോ.
ഇതാണ് ഇവനെ പോലുള്ള ബിസിനസ് ഐഡിയയുടെ കുഴപ്പം. നമുക്കറിയാം ഈ കമന്റ് അടിച്ചിട്ട് മാസാകാൻ വന്നവനെ ആസാക്കി വിടുന്ന കൂട്ടുകാരന്മാർ. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ കുറെ നാൾ നാട്ടിലില്ലായിരുന്നു. പോയപ്പോഴത്തേക്കും അവൻ ഭയങ്കര താടിയൊക്കെ വെച്ചിട്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും അവൻ മാസാവാൻ വേണ്ടിയിട്ട് താടിയൊക്കെ വെച്ച് നല്ല കൊമ്പം വീശ വെച്ച് ഇങ്ങനെ നടന്നു വരും. അപ്പൊ ഞങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഈ നടന്നു വരുന്നുണ്ട്, കൂട്ടത്തിലുള്ള എടുത്തും പറയുക, എടാ മിഥുനല്ലേടാ അവനെ, എടാ ഇതെന്നാടാ അവൻ, എടുത്ത് മീഴ്ചയായിരുന്നു. ഞാനവിടുത്തെ ഈ വറുത്ത ചാള കടിച്ചു പിടിച്ചോണ്ട് വന്നാണ്. അപ്പൊ തന്നെ അവൻ പോയി ക്ലീൻ ഷേവ് പിടിച്ച് വന്നില്ല. മാസാവും വന്നവൻ ആസായി പോയ കേസാണ്. പിന്നെ ഒരു സുഹൃത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ കൊളീഗാണ്. അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കിടത്തില്ല. ഈ നട്ടുച്ചയ്ക്ക് നിന്ന് കളിക്കും ക്രിക്കറ്റ്. വേർത്ത് വന്നിട്ട് ഉടനെ ഫ്രിഡ്ജിൽ വെള്ളം എടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് കുടിക്കും. എന്നിട്ട് നേരെ ബാത്റൂമിൽ പോയിട്ട് ചൂടുവെള്ളം ചൂടാക്കി അതിൽ കുളിക്കും. എന്നിട്ട് നേരെ റൂമിൽ വന്നിട്ട് ഒരു 15 ഡിഗ്രിയിൽ ഇട്ടിട്ട് AC ഇട്ട് കിടന്നുറങ്ങും. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവനോട് എന്ത് ചോദിച്ചാലും കൺഫ്യൂസ്ഡ് ആയിട്ട് വർത്താനം പറയും. ഒരു ദിവസം ഞങ്ങളൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴത്തേക്കും വെൽ ഡ്രസ്സായിട്ട് വരുവാണ്. അപ്പൊ ഞാൻ പിന്നെ എടുത്തപ്പോഴത്തേക്കും ഇവന്റെ പാൻറ്റിങ്ങിന് നോക്കിയപ്പോഴത്തേക്കും 2 കമ്പനിയുടെ സോക്സ്. ഇപ്പൊ ഇവരോട് ചോദിച്ചെടുത്തുണ്ട്, അത് 2 കമ്പനിയാണല്ലോ. അപ്പൊ അവൻ പറയാ കോബ്രാൻഡാണ്. ഇതെല്ലാം എന്റെ കൂട്ടുകാരന്മാരെ കുറിച്ചാണ്. ഈ കൂട്ടുകാരന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്നെക്കുറിച്ചും പറയണമല്ലോ. പക്ഷേ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം എല്ലാം ഈ ശാസ്ത്രത്തിന്റെ പിൻബലമോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിലയും വില ഉണ്ടാവുന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഞാനൊരു ശാസ്ത്ര പ്രതിഭാസം കൊണ്ട്, ആ ശാസ്ത്രത്തിലൊരു നിയമം അനുസരിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ചീത്തപ്പേരുണ്ടായൊരു സംഭവമാണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. നിങ്ങൾക്കറിയില്ല, എനിക്ക് പൊക്കം കുറവാണ്. അതുകൊണ്ട് കണ്ടക്ടർ പറഞ്ഞു, നീ ഫ്രണ്ടിലേക്ക് കയറുന്നോളാം. ഫ്രണ്ടിലേക്ക് കയറുന്നപ്പോഴത്തേക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരക്കായിരുന്നു. ഒരു ചേച്ചിയുടെ മേത്ത് മുട്ടി. നേരെ ബസ് നിർത്തി. അവന്മാരെല്ലാം എന്നെ പിടിച്ചു നിർത്തി ഇടിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊന്നും ചെയ്തതല്ല, ഇതൊരു ശാസ്ത്ര പ്രതിഭാസമാണ്. ഇതിന്റെ പേരാണ് ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വ നിയമം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്മേൽ വേറൊരു വസ്തു നിൽക്കുകയാണെന്ന് വെച്ചു. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന ചലനാവസ്ഥയുള്ള വസ്തുവിന്റെ ചലനാവസ്ഥ നിശ്ചലാവുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തു നിൽക്കും. പക്ഷെ ഇവിടെ നിൽക്കുന്ന വസ്തു നിൽക്കത്തില്ല. ഇതിനാണ് ജഡത്വം, ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. പക്ഷെ ആൾക്കാർ സമ്മതിച്ചില്ല, നാറ്റിച്ചു. ഇതിനാണ് പറയുന്നത് ശാസ്ത്രം ജയിച്ചു, മനുഷ്യനെ നാറ്റിച്ചു.